മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ ബോംബ് വെച്ചുവെന്ന ഭീഷണി സന്ദേശം നൽകിയ യുവാവ് കസ്റ്റഡിയിലായി. കാഞ്ഞങ്ങാട് സ്വദേശി രതീഷാണ് പിടിയിലായത്. പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, എന്നിട്ട് ട്രെയിനിൽ പരിശോധന നടത്തിയോ? മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇയാൾ എന്തിനാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയത്? മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ? ഷിഹാസ്, 8:35 ട്രെയിൻ പയ്യന്നൂരിൽ എത്തിയപ്പോഴാണ് ആ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇത്തരമൊരു ഫോൺ കോൾ വന്നത്. അതിൽ ഈ മലബാർ എക്സ്പ്രസിന്റെ സമയത്ത് ഓടിയ ട്രെയിനിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന കോളിൽ പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ്, റെയിൽവേ പോലീസിനും RPF-നും ഈ വിവരം കൈമാറി പയ്യന്നൂരിൽ വെച്ച് തന്നെ ഈ ട്രെയിനിൽ പരിശോധന നടത്തുകയും ചെയ്തു. അതിന് സമാന്തരമായി പോലീസ് ഈ ഫോൺ വിളിച്ച ആളെ സൈബർ സഹായത്തോടെ ട്രേസ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ രതീഷ് എന്നയാളെ കാഞ്ഞങ്ങാട് വെച്ച് പോലീസ് പിടികൂടിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു പിടികൂടുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായി. തുടർന്ന് ഇത് വ്യാജ സന്ദേശമാണെന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്നൊരു പ്രാഥമികമായിട്ടുള്ള പരിശോധന മാത്രമേ ഈ ട്രെയിനിൽ നടന്നിട്ടുള്ളൂ. ഏറെ സമയം ട്രെയിൻ പിടിച്ചിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് റെയിൽവേ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം യാത്ര തുടരുകയും ചെയ്തു. എന്തായാലും ഇയാൾ മദ്യലഹരിയിലാണ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം നൽകിയത്. ഇയാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.